അപ്പോൾ ഹലോ ചെക്ക് 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 മൈക്ക് ചെക്ക് ചെക്ക് വീണ്ടും വീണ്ടും റീഷൂട്ടാണ്, കാരണം നേരത്തെ മൈക്ക് കണക്റ്റ് ആയില്ല. സോ ഹലോ മൈ ഡി ബോയ്സ് ആൻഡ് ഗേൾസ്, എല്ലാവർക്കും വണക്കമുണ്ടേ. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ഞാൻ ചെറുതായിട്ടൊരു കാർ മേടിച്ച്, ഒരു ഡിഫൻഡർ മേടിച്ച്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ അല്ല ചേട്ടനെ മേടിച്ചത്. ഇന്നലെ ഡെലിവറി ആയിരുന്നു. ഇന്ന് അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നതിൻ്റെ അൺബോക്സിംഗ് ആണ്. നമുക്ക് അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സാധനം എന്താ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സാധനം, ഒരു RC കാർ. ഓക്കെ, RC കാറാണ് മേടിച്ചത്, ഡിഫൻഡർ. ഇതിൽ കുറേ കിടിലം പ്രത്യേകിക്കുണ്ട്. ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ പൊട്ടിച്ച് ഓടിച്ചൊക്കെ നോക്കി. സാധനം വർക്കാൻ നോക്കണമല്ലോ. സംഭവം കിടില സാധനമാണ്. ഡ്രിഫ്റ്റ് ചെയ്യും, പുക വരും, വെള്ളം ഒഴിക്കാൻ പറ്റും, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. പക്കാ ഡിഫൻഡർ സാധനം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു RC കാർ ഇങ്ങനത്തെ മേടിക്കണത്. ഓക്കെ, ഞാനല്ലേ മേടിച്ചത്, ചേട്ടനെ മേടിച്ചത്. ഇപ്പോഴേ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ചേട്ടൻ വന്ന് കമൻറ്റ് ഇടും. ഓക്കെ, അപ്പോൾ ചേട്ടൻ മേടിച്ച കാറാണ്. ചേട്ടൻ മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്കും കിട്ടുമല്ലോ. ഏത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇതാണ് നമ്മൾ RC കാർ. ഓക്കെ, കിടിലം വണ്ടിയാണ് കേട്ടോ. ലൈറ്റ് അത് എല്ലാം ഉണ്ട്. പക്കാ സാധനം വെച്ചാൽ പക്കാ സാധനം. പക്ഷേ ഇതെനിക്ക് ഓടിക്കാൻ അറിയത്തില്ല, ഓടിക്കാൻ പഠിക്കണം. കിടിലം വണ്ടിയാണ്. പിന്നെ എൻ്റെ ഡ്രസ് അരിയിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. വെള്ളം ഞാനും തുടങ്ങിയതാ വണ്ടി ഇപ്രാന്ത്. കറുപ്പ് കിട്ടിയില്ല, വെള്ളം ഇട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഈ വണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേറെ ആയില്ല. ഞാൻ തന്നെ ഒരു ട്രൈപോഡ് വെച്ച് ഷൂട്ട് ചെയ്യണത്. പറ്റുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ അല്ലേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, കമൺ സുഹൃത്തുക്കൾ. ഞാനിപ്പോൾ ഫോൺ വെച്ചേക്കണ ഇങ്ങനെ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ കുറച്ച് അടുത്തൊന്ന് ആംഗിളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അത് പെട്ടിക്കകത്താണെങ്കിൽ വലിയ ഗുണമില്ല, വൈകണ്ട, വലിയ കാര്യമില്ലൊന്നും. കാരണം നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ, നമ്മൾ ലെജൻസിനൊക്കെ ഇത് മനസ്സിലാവും. ഒന്നും സംഭവം നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുക. നമ്മുടെ കാർ കൂട്ടനങ്ങോട്ട് പോയത് മുക്കി കാർ അങ്ങോട്ട് എടുക്കണം. വളവനേ വാ. ഓക്കെ, ബൈ നമുക്ക് ചാർജിൻ്റെ വള്ളിയുണ്ട്. ചാർജിനുള്ള വള്ളി ഭയങ്കര നീട്ടമാണ്, ഒടുക്കത്തെ നീട്ടമാണ്. ഈ നീട്ടം വെച്ച് എന്താ നീട്ടം നോക്കി, ഒടുക്കത്തെ നീട്ടമാണ്. പക്ഷേ ഇത് C-ടൈപ്പാണ്. നമുക്ക് നമ്മുടെ സാധാരണ ഫോണിൻ്റെ ചാർജറൊക്കെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്കില്ല. ഞാനിന്നലെ മൊബൈലിലെ ചാർജർ വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പെട്ടി നമുക്കൊരു മൂലക്കോട്ട അങ്ങോട്ട് മാറ്റാം. ഓക്കെ, പെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്താണ് നമ്മുടെ ഡിഫൻഡർ. ഈ ഡിഫൻഡർ എടുക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. എന്ന് വെച്ചാൽ സ്ക്രൂ ഈ സാമാനം അയക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് അറിയില്ല, അടുത്തുകൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇതാ ഈ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിച്ചെടുക്കണം. അടിയിൽ ഒരെണ്ണമുണ്ട്. ഇതങ്ങോട്ട് അഴിക്കണം. ഓക്കെ, നമുക്കൊന്ന് അഴിച്ചെടുക്കാം. നമുക്കത് അയക്കാനാണ് ഇത്തിരി പാട്, കുഴപ്പമില്ല. വന്നില്ലേ? വന്നു. അയച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ റിമോട്ടിൽ ബാറ്ററി ഇടണമെന്നൊന്നും എനിക്കറിയില്ല. ഇന്നലെ ചേട്ടനാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി വല്ല പിടുത്തം എനിക്കില്ല. ബൈ ദ വേ ഇപ്പോഴേ പറഞ്ഞേക്കാം, RC കാർ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. ഇതിനെപ്പറ്റിയുള്ള ഐഡിയ ഒന്നും എനിക്കറിയത്തില്ല. കുറേ RC ഫാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, പുച്ഛിച്ചല്ലേട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ കാർ. ഇനി അടുത്ത സുന അയക്കട്ടെ. സുന അയക്കണം, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ സുന അയച്ച്, സ്ക്രൂ അയച്ച് സുനയാണ്. ഇനി ഇതങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ ഗൈസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കാർ. ഞാൻ അടുത്തോണം നിങ്ങൾക്ക് കാണിച്ചു തരാം. കാർ റിമോട്ടും കാറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കമാൻ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മുടെ കാറ്. കിടിലം കാറാണ്, ഒന്നും പറയില്ല. നല്ല ലുക്കുണ്ട്. ഇത് പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റൊക്കെ അവസാനം പറയാം. ഓക്കെ, പ്ലാസ്റ്റിക്കാണ്. ഇതിൻ്റെ സ്റ്റീലിൻ്റെ കിട്ടും. ഓക്കെ, അതും പൊളിയാണ്. പിന്നെ നമുക്കിത് തൽക്കാലത്തേക്ക് യൂസ് ചെയ്ത് കളിക്കാനല്ല. പിന്നെ ഗൈസ് ഇതൊക്കെ പൊക്കാൻ പറ്റും നമുക്ക്. ഈ സാധനമൊക്കെ പൊക്കി ഇവിടെയൊക്കെ എന്തെങ്കിലും വെക്കാം. പിന്നെ വേറൊരു പൊക്കാൻ പറ്റിയ സ്ഥലം കൂടെ ഉണ്ടായില്ല. പൊക്കല്ല, താഴ്ത്താൻ. ഇവിടെ ഇതായത് നമ്മുടെ ഏണിയുണ്ട്. ഏണിയല്ലേ? ഇതിപ്പോൾ നമുക്ക് ലഗേജൊക്കെ വെക്കത്തെ. പിന്നെ വണ്ടിയിൽ നമുക്ക് ലഗേജൊക്കെ വെക്കാം. പക്ക സാധനമാണ്, കിടിലനാണ്, ഒരു കിടിലൻ വണ്ടി തന്നെ. പിന്നെ ഇതിൻ്റെ വെള്ളം ഒഴിക്കണത് ഈ പൊക്കത്താണ്. ഇവിടെയാണ് വെള്ളം ഒഴിക്കണത്. ഇതിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കാണിച്ചു തരാം ഞാൻ. ഓക്കെ, പക്ഷേ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യണമുണ്ട്, ഇത്തിരി പാടാണ്. ഓക്കെ, പിന്നെ റിമോട്ട് കാണിച്ചു തരാം. പിന്നെ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ റിമോട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ കാണിക്കുമ്പോൾ ബാക്കോട്ടാണ്, ഫ്രണ്ട്. അതാണ് എനിക്ക് വണ്ടീനെ പറ്റി അറിയത്തില്ല, അല്ല ഓടിക്കുന്ന സംഭവമല്ല. ഇതാണ് റിമോട്ട്, കിടിലൻ റിമോട്ടാണ്. ഓക്കെ, ഇതും പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞാൽ പുച്ഛിച്ച് തള്ളനല്ല, കിടിലനാണ്. ഓക്കെ, ഈ ഒരു റേറ്റിന് ഇതൊക്കെ കിടിലനാണ്. ഓക്കെ, നമുക്കിനി കാർ ഓണക്കൽ ചടങ്ങിലേക്ക് പോകാം. ഓക്കെ,
അപ്പം ഇനി നമ്മൾ പോകുന്നത് കാർ ഓണാക്കൽ ചടങ്ങിലേക്കാണ്. കാർ ഓണാക്കാൻ നമുക്ക് എന്തൊക്കെയാണ് പറയണല്ലേ. കാർ ഓണാക്കാൻ അടിയിലൊരു സുനിയുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത്. ഇത് ഞാൻ വീണ്ടും ക്യാമറയുടെ മുന്നിൽ വന്ന് കാണിച്ചു തരാം. ക്യാമറ ഓണാക്കണമെങ്കിൽ കാർ ഓണാക്കണമെങ്കിൽ ഇതാ ഇവിടെയാണ് ചാർജിങ് സി ടൈപ്പ്. പിന്നെ അപ്പുറത്ത് സ്ക്രൂ ആണോ ഇതൊരു പിന്നെ ഇതാണ് ഓണാക്കുന്നത്. ഓക്കെ, ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ കാർ ഓണായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കാർ ഓണായി. ഇനി അടുത്തത് നമുക്ക് റിമോട്ട് ഓണാക്കണം. റിമോട്ട് ഓണാക്കണം. ഇത് നെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സൂര്യ നിൽക്കിക്കാൻ നമ്മുടെ കാർ ഓണാവും. ഓക്കെ, ഈ കാർ ഓണാകുമ്പോൾ നമ്മുടെ റിയൽ കാർ ലോക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദമില്ലേ, അതാണ് ഇതിന് വരുന്നത്. അതൊരു കിടിലൻ സംഭവമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓടിച്ച് നോക്കിയാലോ. പിന്നെ പുക പോകണോ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഫാൻ നോക്കിയിട്ട് എന്നാലേ വെള്ളം ഉണ്ടാകാറിയില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മൾ പുക പോകണമെന്നാണ് കാണിച്ചു തരാൻ പോണത്. പുക പോകുമെന്ന് എനിക്കറിയില്ല. പുക പോകാൻ വെള്ളമില്ല. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തരാം. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. പെട്ടെന്ന് വെള്ളം പറഞ്ഞു. ഓക്കെ, പെട്ടെന്ന് വെള്ളമൊക്കെ പറഞ്ഞു. ഇനി നമുക്കൊന്ന് നോക്കി വയ്ക്കാമല്ലോ. വരുമോ? അത് കണ്ട വല്ല. അയ്യോ, ഇതാണ് നമ്മുടെ പുക വണ്ടി. ഓക്കെ, പുക വണ്ടി. അയ്യോ ഇതാണ് വെള്ളം ഒഴിച്ചുള്ള പരിപാടി. ഇതാണ്. അപ്പം കപ്പാസിറ്റി കുറവാണ് വെള്ളം എന്ന് പറയാനുള്ള. പക്ഷെ വണ്ടി അടിപൊളിയാണ്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ നോക്കണം. അയ്യോ, ഇങ്ങനെ ബാക്കോട്ട് വരണം കേട്ടോ. ഇത് ഇങ്ങനെ ബാക്കിലോട്ട് ആക്കിയ ഫ്രണ്ടിലേക്ക് പോകും. പിന്നെ ബാക്കോട്ട് വെയിങ് ഇതൊക്കെ ഓടിച്ച് പഠിക്കണം സുഹൃത്തുക്കളെ. ഓക്കെ പൊക്കത്തന്നെ ബാക്കോട്ട്. പോലെ ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഇത് നമുക്ക് ഒന്നും കൂടെ പുക ഇട്ട് വയ്ക്കാമല്ലോ. അയ്യോ വെള്ളം തീർന്നു. ഇല്ല വെള്ളമുണ്ട്. അയ്യോ, അതിന് നിങ്ങൾക്ക് വെട്ടത്തിൽ കാണിച്ചാലോ സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ വണ്ടി. എവിടെ കൂടെയൊക്കെയാണ് പുക പോണത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒന്നും കൂടെ വയ്ക്കാല്ല പുക പോണത് എവിടെയാണ്. ഇതാ അയ്യോ, റിമോട്ടിൽ ഈ ഒരു സ്വിച്ച് നിൽക്കുമ്പോഴാണ് പുക പോണത്. അതായത് മറ്റേ വെള്ളം തെറിക്കുന്ന സാധനം. പിന്നെ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി ഓഫാക്കണതും. പിന്നെ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. ഓക്കെ, അതാണ് നമ്മുടെ വണ്ടിയുടെ സംഭവം. ഓടും. ഓക്കെ, പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റ് ആയ ഒരു സംഭവമാണിത്. പിന്നെ ഇതൊക്കെ ആക്സിലേറ്റർ അങ്ങനെ ഒരു സംഭവം. പിന്നെ കൊള്ളാം, കയ്യിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, കൊള്ളാം. ഇതിനൊക്കെ പുക പോണത് കാണാം. ഓക്കെ. അയ്യോ താനേ ബ്രേക്കൊക്കെ ഇടും. ഓക്കെ, താനേ വണ്ടി. നമുക്കിത് തറയിൽ വെച്ച് നോക്കാം. ഓക്കെ, ഇനി നിങ്ങൾ കാണാൻ പോണത് തറയിൽ കൂടെ വണ്ടി ഓടിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇത് വളക്കാൻ. ഓക്കെ, ഫ്രണ്ടോട്ട് പോവാ. ഇടിച്ച് ബാക്കോട്ട് പോവാ. ഇനി ഇങ്ങോട്ട് പോവാ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ബൂസ്റ്റ് മോഡാക്കാൻ പോകണം. നമുക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സംഭവം ആക്കി നോക്കാം. ഓക്കെ, മുന്നേയും ഈ ഒരു പൊസിഷൻ മതിയില്ലേ? ഈ ഒരു പൊസിഷനിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ. ഓക്കെ, നേരെ വരാൻ നോക്കാം. ഓക്കെ, നിൽക്കാൻ പോണേ. നിൽക്കും. താനെ പോണു. ഞാൻ ഓടിക്കുന്നില്ല കേട്ടാ. അയ്യോ, പോലെ മതി. സംഭവം കൊള്ളാം. പക്ഷേ ഇത് ഓടിച്ച് പഠിക്കുന്നത്. പക്ഷെ നമുക്ക് വീടിൻ്റെ അകത്തിട്ട് ഓടിക്കാൻ പറ്റില്ല അധികം. വീടിൻ്റെ അകത്തിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ പക്ക ഷോക്കാണ്. ഓരോ സ്ഥലത്തൊക്കെ ഓടിച്ചിടിച്ച് നമുക്കിത് വലിയ ഗ്രൗണ്ടിലെല്ലാം ഇട്ട് ഓടിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് അഴുക്കാക്കാൻ തോന്നുന്നില്ല. വീരിപ്പിള അഴുക്കായിരിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ അഴുക്കാക്കാൻ നമുക്ക് തോന്നുന്നില്ല. അത് കുറച്ച് ദിവസത്തെ ഉണ്ടാവുള്ളൂ എല്ലാം അല്ലേ. അപ്പം സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ വണ്ടി കാണിക്കണമെന്നുണ്ടായി. പിന്നെ കിടിലം വണ്ടി, ഒന്നും പറയില്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1099 രൂപ. അതായത് 1700 രൂപ ഉണ്ടെങ്കിൽ 1 രൂപയുടെ വ്യത്യാസം. 1700 രൂപയൊക്കെ മേടിച്ചതാണ്. ലൈറ്റൊക്കെ ഉണ്ട്. നല്ല LED ലൈറ്റ് ഉണ്ട്. പക്ക ലൈറ്റാണ്. രാത്രിയൊക്കെ ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. അമ്മായി ലൈറ്റാണ്. പക്ക ലൈറ്റാണ്. കൊള്ളാം വണ്ടി. മേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ മേടിക്കുക. വീട്ടിൽ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുക. എല്ലാവരും ഓടിച്ച് നടക്കട്ടെ വണ്ടി. പിന്നെ ഇതിനെക്കാട്ടും വില കൂടിയ ഐറ്റമൊക്കെ ഉണ്ടല്ലോ, നീ കണ്ടിട്ടുണ്ടാവും.
ഇനിയും കുറച്ച് കാർ കളക്ഷനൊക്കെ കൂട്ടണം, ഇതേപോലത്തെ കുറേ സാധനമൊക്കെ മേടിക്കണം. ഏതായാലും ഡിഫൻഡർ കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും സന്ധ്യയ്ക്ക് വരേക്കും വണക്കം. ഓക്കെ, ബൈ.